അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളൊക്കെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നവരാണ് ഒരു ദിവസം സന്തോഷത്തോടു കൂടി കഴിഞ്ഞു പോകണം, ഒരു ദിവസം നമ്മൾ സമാധാനത്തോട് കഴിഞ്ഞു പോകണം എന്ന് ആഗ്രഹിക്കാത്ത ആരും തന്നെ ഈ ലോകത്ത് ഉണ്ടാവുകയില്ല. എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സമാധാനം, ഒരു സന്തോഷത്തിൻ്റെ ജീവിതങ്ങളാണ്. തിരക്ക് പിടിച്ച നമ്മുടെ ഈ ജീവിതത്തിനിടയിൽ ഒരുപക്ഷെ ഒരു ദിവസത്തിൽ നമ്മളെ അലട്ടുന്ന ഒരുപാട് ടെൻഷനുകൾ, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്കുണ്ടാവും. അല്ലാഹു സുബ്ഹാനഹു വ തആല അതിൽ നിന്നെല്ലാം നമ്മളെ കാക്കുമാറാകട്ടെ, ആമീൻ. നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ചിട്ടാവട്ടങ്ങൾ ജീവിതത്തിൽ നാം ഉറപ്പോലെ കൊണ്ടുപോയാൽ ഒരുപക്ഷെ ഈ ഒരു പ്രശ്നങ്ങൾ, ഈ ഒരു ടെൻഷനുകൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടാവുകയില്ല. പരിശുദ്ധമാക്കപ്പെട്ട ദീനുൽ ഇസ്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന കുറേ കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാം പാലിക്കുകയാണെങ്കിൽ ഒരിക്കലും നാം ഒരു പ്രശ്നങ്ങളിലേക്കോ ഒരു ടെൻഷനിലേക്കോ ഒരിക്കലും വഴുതി വീഴുകയില്ല. നമ്മുടെ ജീവിതത്തിൽ എപ്പോഴൊക്കെ നാം ദീനുൽ ഇസ്ലാമിനെ മറന്നുകൊണ്ടുള്ള ഒരു ജീവിതം നയിക്കാൻ തുടങ്ങിയോ അപ്പോഴൊക്കെ നാം ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് പ്രതിസന്ധികൾ നാം നേരിടേണ്ടി വന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ, ഒരുപാട് ടെൻഷനുകൾ ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും, എല്ലാ ടെൻഷനുകളിൽ നിന്നും അല്ലാഹു നമ്മളെ കാക്കുമാറാകട്ടെ. സമാധാനപരമായിട്ടുള്ളൊരു ജീവിതം അല്ലാഹു നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പോൾ ഇന്ന് ഞാൻ നിങ്ങളോട് പറയാൻ പോകുന്നത് ഒരു ദിക്ർ. ആ ദിക്ർ ജീവിതത്തിൽ നിങ്ങൾ ഒരു ദിവസം 3 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുകയാണെങ്കിൽ ആ ദിവസം നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങളായിരിക്കും. ആ ദിവസം ഒരു സമാധാനത്തിൻ്റെ ദിനമായിരിക്കും. ആ ദിക്ർ ഒരു ദിവസം നിങ്ങൾ 3 പ്രാവശ്യം നിങ്ങൾ ചൊല്ലുക. നിങ്ങളുടെ എല്ലാ ഷർറുകളിൽ നിന്നും അല്ലാഹു നമ്മളെ കാത്തു രക്ഷിക്കും. എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും അല്ലാഹു നമ്മളെ കാക്കും. ആത്മാർത്ഥമായിട്ടോട് നമ്മുടെ ജീവിതത്തിൽ നാം ഏത് അമലുകൾ ചെയ്താലും നമുക്ക് വേണ്ട ഒരു കാര്യം ഇഖ്ലാസ് ഉണ്ടാവുക, നിഷ്കളങ്കത ഉണ്ടാവുക. നാം ഏത് കാര്യങ്ങൾ ചെയ്താലും അത് മറ്റുള്ളവർ കാണാൻ വേണ്ടി ഒരിക്കലും നാം അത് ചെയ്യരുത്. അങ്ങനെ ചെയ്താൽ ആ ചെയ്യുന്നതിനെന്തില്ല, ഒരു ഫലം ഉണ്ടാവുകയില്ല എന്നുള്ള വസ്തുത കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നാം എന്ത് ചെയ്താലും ലിവജ്ഹില്ലാഹി, അത് അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചായിരിക്കുക. അള്ളാഹുവിനെ മാത്രം ഞാൻ എന്ത് ചെയ്താലും, ഒരു സുജൂദ് ചെയ്താലും, ഒരു സദഖ നൽകിയാലും, ഒരു ദിക്ർ ചൊല്ലിയാലും അത് മറ്റുള്ളവർ കാണണം, അവർ കണ്ടെന്നെ അനുമോദിക്കണം, അല്ലെങ്കിൽ അവരെന്നെ പുകഴ്ത്തണം എന്ന നിലയ്ക്കാവരുത്. ഒരാൾക്കൊരു 10 രൂപ കൊടുത്താൽ 5 പേര് കാണട്ടെ, 5 പേര് കണ്ടുകൊണ്ട് ഞാനിത് കൊടുക്കൂ എന്നൊരിക്കലും നിങ്ങൾ വിചാരിക്കരുത്, നിങ്ങൾ വാശി പിടിക്കരുത്. കാരണം ആ കൊടുക്കുന്നത് നാമും അള്ളാഹു മാത്രം അറിഞ്ഞിരുന്നാൽ മതി. അപ്പോൾ എന്ത് അമലുകൾ ചെയ്താലും ആ അമലിൽ ഇഖ്ലാസ് ഉണ്ടാവുക, നിഷ്കളങ്കതയുണ്ട്, ലിവജ്ഹില്ല, അള്ളാഹുവിൻ്റെ വജ്ഹ് മാത്രം കാംക്ഷിച്ചു കൊണ്ട് ചൊല്ലുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഇനി പറയാൻ പോകുന്ന ഈ ദിക്ർ നിങ്ങൾ ഒരു ദിവസത്തിൽ 3 പ്രാവശ്യം നിങ്ങൾ ചൊല്ലിയാൽ ഒരിക്കലും നിങ്ങൾക്ക് ആ ദിവസം നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടോ പ്രയാസമോ ഉണ്ടാവുകയില്ല. അള്ളാഹു കാക്കുമാറാകട്ടെ. അള്ളാഹു എല്ലാ ഷർറുകളിൽ നിന്നും കാക്കുമാറാകട്ടെ. അപ്പോൾ നമുക്ക് ഏതാണ് ആ ദിക്ർ എന്ന് നോക്കിയാലോ ഇൻഷാ അല്ലാഹ്. ഇതാണ് ആ ദിക്ർ. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. അഊദു ബികലിമാത്തില്ലാഹി താമ്മാതി മിൻ ശർരി മാ ഖലഖ്. ആവർത്തിച്ചു പറയുക. സൃഷ്ടികളുടെ ഷർറുകളിൽ നിന്നും അള്ളാഹുവിങ്കലേക്ക് കാവലിനെ ചോദിച്ചുകൊണ്ടുള്ള ഈ ദിക്ർ ജീവിതത്തിൽ ഒരു ദിവസം 3 പ്രാവശ്യം നിങ്ങൾ പറഞ്ഞാൽ ആ ദിവസത്തിൽ മറ്റൊരു പ്രശ്നവും നിങ്ങൾക്കൊരു ടെൻഷനൊന്നും ഉണ്ടാവില്ല. അപ്പോൾ എല്ലാവരും ചൊല്ലാറില്ല, ആത്മാർത്ഥമായിട്ട് ചൊല്ലുക. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ എന്ത് ചെയ്താലും നമുക്ക് ഇഖ്ലാസ്, നിഷ്കളങ്കത ഉണ്ടാകണം. അള്ളാഹുവിന് വേണ്ടി മാത്രം പറയുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാനെ, ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും ഞങ്ങളെ നീ കരകയറ്റണേ അല്ലാഹ്. ഞങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ നീ കരകയറ്റണേ തമ്പുരാനെ. എല്ലാ പ്രയാസങ്ങൾ, എല്ലാ മാനസിക ശാരീരിക ബുദ്ധിമുട്ടുകളിൽ നിന്നും ഞങ്ങളെ നീ കാക്കണേ അല്ലാഹ്. അള്ളാഹുവെ, ജീവിതത്തിൽ പടച്ച തമ്പുരാനെ നിന്നെ മറന്നുകൊണ്ടുള്ളൊരു ജീവിതം നയിക്കുന്ന ഒരു ലിസ്റ്റ് ഞങ്ങൾ ആരെയും നീ പെടുത്തല്ലേ തമ്പുരാനെ. ഖാസിരീങ്ങൾ ഞങ്ങളെ നീ പെടുത്തല്ലേ അള്ളാഹുവെ, ഖാസിരീങ്ങൾ ഞങ്ങളെ നീ പെടുത്തല്ലേ അല്ലാഹ്. പടച്ച തമ്പുരാനെ, ഞങ്ങളെ നീ ഫാത്തിഹീങ്ങളിൽ പെടുത്തണേ അല്ലാ. വിജയിക്കുന്നവർ ഞങ്ങളെ നീ പെടുത്തണേ അല്ലാ. പടച്ച തമ്പുരാനെ, നിൻ്റെ കാരുണ്യം ഞങ്ങൾക്ക് നീ നൽകണേ അല്ലാ. നിൻ്റെ കരുണ ഞങ്ങൾക്ക് നീ നൽകണേ തമ്പുരാനെ. പടച്ച തമ്പുരാനെ, ഞങ്ങളെല്ലാവർക്കുടെയും ഹലാലായ മുറാദുകൾ നീ ഹാസുലാക്കി തരണേ അല്ലാ.
അപ്പോൾ എല്ലാവരും ആത്മാർത്ഥമായിട്ട് ഇൻഷാ അള്ളാഹ് ഈ ദിക്ർ നിങ്ങളുടെ ജീവിതം ഒരു ദിവസം 3 പ്രാവശ്യം നിങ്ങൾ അത് തുടർച്ചയായിട്ട് ചൊല്ലാൻ നിങ്ങൾ ശ്രമിക്കുക. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പടച്ച തമ്പുരാൻ അവൻ്റെ കാരുണ്യം നമ്മളിലേക്ക് ചൊരിഞ്ഞു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. എല്ലാവരും ദുആ ചെയ്യുക. ദുആ വസിയ്യത്തോടെ തൽക്കാലം നിങ്ങളിൽ നിന്നും വിട പറയുന്നു. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.